എന്റെ പൊന്നച്ചോ, നിങ്ങ പറയണ മാതിരി ഈ വിശ്വൻ അത്ര വലിയ മഹാനൊന്നും അല്ലായിരുന്നു. ഈ നാട്ടിൽ തല്ലും തടയൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു സാധാരണ ഗുണ്ടാ. അവസാനം അവന്റെ കയ്യിലിരിപ്പ് കാരണം അവൻ തല്ലുകൊണ്ട് ചാകുകയും ചെയ്തു. അത് ചെയ്തവൻ ഇപ്പോഴും അകത്ത് കിടക്കുകയാണ്. ആ കേസിൽ അന്നേ കോടതി ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് വെറുതെ വിട്ടതാണ്. എന്നിട്ട് ഇപ്പം ഞാൻ കൊലയാളിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ സിനിമ പിടിക്കണം. ഇതൊക്കെ ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആരെയും കരിവാരി തേക്കാനല്ല ഈ സിനിമ. ഈ കോളേജും ഇതിനോടനുബന്ധിച്ചൊരു ഹോസ്റ്റലും വിശ്വന്റെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം പൂർത്തീകരിക്കാൻ വിശ്വന്റെ കഥ ഞങ്ങൾ സിനിമയാക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് എന്നെ എന്തിനാണ് മോശക്കാരനാക്കണം? ഈ സിനിമ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷമായി വിശ്വസിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ സിനിമ ആയതുകൊണ്ട് എന്ത് അപമാനമാണ് ഇനി നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്? അതുകൊണ്ട് എതിർക്കാൻ നിൽക്കരുത്. എതിർത്താൽ നിങ്ങൾ തോറ്റുപോവുകയുള്ളൂ. കാരണം ഈ സ്വപ്നത്തിന് പുറകിൽ ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളും നാട്ടുകാരുമാണ്. ഇതാ നോക്ക്. മാത്ത മുതലാളി പണ്ടത്തെ മാതിരി ഇടങ്ങേറുണ്ടാക്കാൻ നിൽക്കണ്ടേട്ടാ. കാക്കരമേശനെ പോലെ മുതലാളിക്ക് വേണ്ടി ഇനി ജയിലിൽ പോയി കിടക്കാൻ ഇവിടെ നിന്ന് ആളെ കിട്ടില്ല. അടങ്ങി നിന്നോണേട്ടാ. ഞങ്ങളുടെ വിശ്വന്റെ കഥ സിനിമയാക്കേണ്ടത് ഈ കരക്കാരുടെ ഇവിടെ ആവശ്യമാണ്. ഇനി ഇതിന്റെ പേരിൽ ഞങ്ങളെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആളെ ദേഹത്ത് താൻ കൈ വെച്ച പിള്ളേരെല്ലാം കൂടെ വീട്ടിൽ പണിയും തന്നെ ടൗണിൽ കാലുകുത്താൻ സമ്മതിക്കത്തില്ല. അടി വരുന്ന വഴി തന്നെ അറിയില്ല. ഏയ്, അങ്ങനെയൊന്നും വേണ്ടി വരില്ല. അദ്ദേഹത്തിന് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതെ, ഇപ്പോഴത്തെ പിള്ളേർ ഈ കടന്തലിന്റെ സ്വഭാവക്കാരാണ്. ഇളകിക്കഴിഞ്ഞാൽ ആരൊക്കെയാ എവിടെ നിന്നാ കുത്തുന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായി കാണുക. ഇടയ്ക്ക് ഷൂട്ടിംഗ് കാണാൻ വരികയും ചെയ്യാം. ഇനി ഈ ചെക്കൻ്റെ ദേഹത്ത് കൈവച്ച നിന്റെ കടയിൽ പിന്നെ മണ്ണെണ്ണ ഉണ്ടാവില്ല. അതൊഴിച്ച് നിന്നെ കൊളുത്തിക്കളയും, കേട്ടോടാ. കോട്ടമശ്ശേരി യൂട്യൂബ്. വിശ്വേട്ടൻ എവിടെ പോയി? ആ സ്റ്റേഷനിൽ എന്തോ ഒപ്പിടാൻ പോയതാ. അയ്യോ, ഞാൻ പറഞ്ഞല്ലേട്ടാ. നിങ്ങൾ കങ്കാണികൾക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ എത്ര കേസ് നിലവിലുണ്ട്? എന്താ ആരൊന്നും മിണ്ടാത്തെ? എന്റെ ജയന്തി ഞങ്ങൾക്കറിയില്ല. എവിടെ ആയിരുന്നു? ഞാനൊരു വണ്ടി നോക്കാൻ പോയതാ. പോലീസ് ജീപ്പ് ആയിരിക്കും. എങ്ങനെ മനസ്സിലായി? എന്തിനാ വിശ്വേട്ടാ ഇങ്ങനെ വല്ലവരുടെയും കാര്യത്തിന് വേണ്ടി? അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ? എല്ലാരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാലേ ജീവിതം വെറുതെ കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയായി പോയേനെ. അതിങ്ങനെ പെയിന്റ് അടിച്ച് എല്ലാ സ്റ്റൈലായിട്ട് കൊണ്ട് നടക്കണമെങ്കിലേ മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം. ഹോൺ അടിച്ചിട്ട് മാറാത്തവന്മാർക്ക് നല്ല അടിയും വെച്ചു കൊടുക്കണം. ഈ ഇടയ്ക്ക് അങ്ങനെ കോടതി കേസാണ്. റേഷൻ കടക്കാരനായി ഇട്ടൂപ്പിനെ തല്ലിയ കേസില്ലേ? ഈശ്വര, ആ ഇട്ടൂപ്പേട്ടനെ നിങ്ങൾ തല്ലിയോ? അയാള് നല്ലൊരു മനുഷ്യനല്ലേ? നല്ല മനുഷ്യനാ, പക്ഷെ അയാളുടെ മോനെ തല്ലിയിട്ട് കണ്ണും മോറും ഒക്കെ പോയിന്നേ. അയാളുടെ മോനെ തല്ലിയതിന് നിങ്ങൾക്ക് എന്താ? മോനാണെന്ന് വിചാരിച്ച് എന്തും ചെയ്യാവുന്നോ? അവൻ നല്ല മാർക്ക് വാങ്ങി പാസ്സായി കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. കോളേജിൽ പോണ്ട റേഷൻ കടയിൽ നിന്നാ മതി എന്ന് അയാൾ. അതിന് സമ്മതിക്കാത്തതുകൊണ്ടാ അയാൾ എടുത്തിട്ട് അടിച്ചത്. മോൻ അപ്പനെ കയറി തല്ലണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ കയറി തല്ലിയത്. ഓ, ന്യായം. കോംപ്രമൈസ് ആയി. ഇട്ടിപ്പോ മോനെ കോളേജിൽ വിട്ടു. അടുത്തെങ്ങും കോളേജില്ല, അതുകൊണ്ടാ വിടാഞ്ഞതെന്ന്. ഇതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇവിടെ നാട്ടിലെ ഒരു കോളേജ് ഹോസ്റ്റലൊക്കെ വേണം. നമ്മുടെ സമരം വിജയിക്കും വിശ്വട്ടാ. ന്യായമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
ഇപ്പൊ ഞാൻ ഗുണ്ടാ ലിസ്റ്റിലൊക്കെ ഉള്ള ആളല്ലേ, ഇല്ലെങ്കിൽ ആ വഴിക്കും പോയി നോക്കാം. ദേഷ്യം വരുമ്പോ ഇവക്കൊരു ലൈലൻഡ് ലോറിയുടെ ഫേസ് കട്ടില്ലേ, ഇങ്ങനെ നിസ്സാര കാര്യത്തിന് നീ എന്തിനാ മുഖം കറപ്പിക്കുന്നത്? വിശ്വേട്ടൻ എല്ലാം നിസാര. എന്നും തല്ലും വഴക്കും പോലീസ് കേസും. ഒന്ന് വരാൻ വയ്യാലേ ചങ്കില് തീയാ. നാട് മൊത്തം ശത്രുക്കളല്ലേ. എന്നെ മോളെ കുറിച്ച് വിശ്വേട്ടന് വല്ല ചിന്തയുണ്ടോ? ഇട്ടൂപ്പിന്റെ മോൻ കോളേജ് ചേരാത്ത വിശ്വേട്ടന്റെ ഇപ്പത്തെ സങ്കടം. നീ പഴയതൊക്കെ മറന്നോ? ഇട്ടൂപ്പിന്റെ മോന്റെ കണ്ണിൽ ഞാൻ കണ്ടത് എന്റെ കണ്ണീരാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടും പഠിക്കാൻ സാധിക്കാതെ പോയ ഒരുവന്റെ കണ്ണീര്. നിനക്കറിയാലോ, എൻ്റെ അച്ഛനെ കടല് കൊണ്ടുപോയിട്ടും എൻ്റെ അമ്മ മീൻ കൊട്ടച്ചവന്ന എന്നെ പഠിപ്പിച്ച്. ഞാൻ നന്നായി പഠിക്കുകയും ചെയ്തു. കോളേജിൽ ചേരാൻ സ്വപ്നം കണ്ടിരുന്നപ്പോഴാ അമ്മ തളർന്നു വീണത്. 8 വർഷം ചലനമിട്ട് കിടന്നു. ഒരു മോനെ കൊണ്ടാകാവുന്ന പോലൊക്കെ ഞാൻ പരിചരിച്ചു. അന്നൊക്കെ ഒരു സഹായത്തിന് ഓടിയെത്തിയത് നീയായിരുന്നു. എൻ്റെ സങ്കടങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് നീ മാത്രമായിരുന്നു. എന്നിട്ടിപ്പം ആ നീ പോലും. ഇല്ല വിശ്വേട്ട, പേടി കൊണ്ട് പറഞ്ഞത്. ഇനി പറയില്ല. വെരി ഗുഡ്. ഓക്കെ അല്ലേ സാർ? ഓക്കെ അച്ചോ ഷോട്ട് ഓക്കെ. അച്ചോ ഷോട്ട് ഓക്കെ. ഇതിലിട്ട് ഓക്കെ. അച്ഛൻ ക്യാരക്ടർ ശരിക്കും ഉൾക്കൊണ്ട് ചെയ്തല്ലേ? നമ്മുടെ അച്ഛൻ പൊളിക്കാൻ.